മറൈൻഫോർഡിലെ യുദ്ധം അങ്ങനെ അവസാനിച്ചു, അതുപോലെ ഇത് ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തും എന്ന് പറഞ്ഞ ആ വോയിസ് അവസാനിക്കുമ്പോൾ ഷാങ്സ് എയ്സിന്റെയും വൈറ്റ് ബിയർഡിന്റെയും ബോഡി കൊണ്ടുപോകും. അടുത്തത് നമ്മൾ കാണുന്നത് കടലിനടിയിലൂടെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ലോയുടെ സബ്മറൈനാണ്. ശേഷം ലോകത്തുള്ള എല്ലാ ജനങ്ങളും നേവിക്കും വൈറ്റ് ബിയർഡിനും ഇടയിലുള്ള യുദ്ധം അവസാനിച്ചു. അതിൽ വൈറ്റ് ബിയർഡിനെയും തന്റെ ക്രൂവിനെയും നേവി തോൽപ്പിച്ചു. ജസ്റ്റിസ് ജയിച്ചു. ഇതറിയുന്ന എല്ലാവരും ആഘോഷിക്കുന്നു. ലോകത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും സന്തോഷമായി. പ്രത്യേകിച്ച് വൈറ്റ് ബിയർഡ് തോറ്റതിന്. ഒരു ലെജൻഡറി പൈററ്റ്, ആൾക്കാരെയൊക്കെ പേടിപ്പിക്കുന്ന ഒരു ഭയങ്കരനായ പൈററ്റ് അവസാനം മരിച്ചുപോയി. ഇതുകൊണ്ടാണ് അവർക്കെല്ലാവർക്കും സന്തോഷമാവുന്നത്. ഇപ്പൊ മറൈൻഫോർഡിൽ നടന്ന സംഭവം എല്ലാം കണ്ട് വേസ്റ്റ് ജനറേഷനിലെ മുഴുവൻ പൈററ്റ്സും അവിടെ നിന്ന് ന്യൂ വേൾഡിലേക്ക് പോകുന്നു. നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് എല്ലാവരും ഒരുമിച്ചുണ്ടെങ്കിൽ അവരും ന്യൂ വേൾഡിലേക്ക് പോകേണ്ടതായിരുന്നു. പക്ഷെ അവരെ കൊണ്ട് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാവരും മറൈൻഫോർഡിൽ നടന്ന സംഭവം എല്ലാം നേരിട്ട് കണ്ടതിന് ശേഷം അവരെല്ലാവരും ന്യൂ വേൾഡിലേക്ക് പോകുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ യുദ്ധത്തിന് ശേഷം ഒരു പുതിയ യുഗം ആരംഭിച്ചു, ഒരു ന്യൂ പൈററ്റ് എറ. വൈറ്റ് ബിയർഡ് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞതുപോലെ പഴയ ആൾക്കാരുടെ കാലം അവസാനിച്ചു. ഇനി പുതിയ ആൾക്കാരാണ് വരാൻ പോകുന്നത്. ഈസ്റ്റ് ബ്ലൂ, വെസ്റ്റ് ബ്ലൂ, സൗത്ത് ബ്ലൂ, നോർത്ത് ബ്ലൂ, കൂടാതെ ഗ്രാൻഡ് ലൈൻ. ഇവിടെയുള്ള എല്ലാ ജനങ്ങളും നേവി വൈറ്റ് ബിയർഡിനെ തോൽപ്പിച്ചറിഞ്ഞ് ആഘോഷിക്കുന്നു, സന്തോഷിക്കുന്നു, ഡാൻസ് കളിക്കുന്നു. എല്ലാവർക്കും വൈറ്റ് ബിയർഡ് ഇല്ലാതായതിൽ ഒരുപാട് സന്തോഷം. പക്ഷെ അവരുടെ സന്തോഷം അധിക സമയം ഉണ്ടായില്ല. കാരണം വൈറ്റ് ബിയർഡ് മരിക്കുന്നതിന് മുമ്പ് വൺ പീസ് സത്യമാണെന്ന് പറഞ്ഞത് കേട്ട് ഒരുപാട് പുതിയ പൈററ്റ്സ് കടലിലേക്ക് ഇറങ്ങി തുടങ്ങി. പണ്ട് ഗോൾഡി റോജർ പറഞ്ഞത് കേട്ട് ആൾക്കാർ എങ്ങനെയാണോ പൈററ്റ് ആയത്, അതുപോലെ വൈറ്റ് ബിയർഡ് പറഞ്ഞത് കേട്ട് ഒരുപാട് പേര് പൈററ്റ്സ് ആവുന്നു. ഇത് കൂടാതെ വൈറ്റ് ബിയർഡിന്റെ അധീനതയിൽ വൈറ്റ് ബിയർഡ് സംരക്ഷിച്ചു വന്ന ഒരുപാട് ഐലൻഡ് ഉണ്ട്. ഇപ്പൊ വൈറ്റ് ബിയർഡ് ഇല്ലാതായതുകൊണ്ട് ആ ഐലൻഡിലേക്കൊക്കെ ഒരുപാട് പൈററ്റ്സ് വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. വൈറ്റ് ബിയർഡ് ഉണ്ടായിരുന്ന സമയത്ത് കാലൂത്താൻ പോലും മടിച്ചിരുന്ന ആൾക്കാര് ഇപ്പൊ വൈറ്റ് ബിയർഡ് ഇല്ലാതായപ്പോ ആ സ്ഥലത്തേക്ക് വന്ന് അവിടെ കയ്യേറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം മറൈൻഫോർഡിലുള്ള സെങ്കോക്കുവിന്റെ അടുത്തേക്ക് ഒരു നേവി ഓഫീസർ വന്ന് ഇംബൽ ഡൗണിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ഇംബൽ ഡൗണിൽ ഇപ്പൊ ഒരുപാട് പ്രശ്നമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നേരത്തെ ബ്ലാക്ക് ബിയർഡ് അവന്റെ ക്രൂവിലേക്ക് ആൾക്കാരെ എടുക്കാൻ വേണ്ടി പരസ്പരം തല്ലുകൂടി ജയിക്കുന്ന ആൾക്കാരെ തുറന്നുവിടാം, അവരെ എന്റെ ക്രൂവിലേക്ക് ചേർക്കാം എന്ന് ബ്ലാക്ക് ബിയർഡ് പറഞ്ഞത് കേട്ട് ഒരുപാട് ആൾക്കാർ തല്ലുകൂടി. ശേഷം ബ്ലാക്ക് ബിയർഡ് ബാക്കി വന്ന എല്ലാവരെയും തുറന്നു വിട്ടു. ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കുറ്റവാളികളെയാണ് അവൻ തുറന്നു വിട്ടത്. ഇപ്പൊ ഇത് കേൾക്കുന്ന സെങ്കോക്കു ലെവൽ 6 നിന്ന് രക്ഷപ്പെട്ടവർ ആരൊക്കെയാണോ അവരുടെ പേരിലെല്ലാം വാണ്ടഡ് പോസ്റ്റർ അടിച്ചിറക്കാൻ പറയുന്നു. അപ്പൊ സെങ്കോക്കുവിനോട് അയാള് അതിനൊരു പ്രശ്നമുണ്ടെന്ന് പറയുന്നു. എന്താണെന്ന് വെച്ചാൽ വേൾഡ് ഗവൺമെന്റ് ഈ നടന്ന സംഭവം സീക്രട്ട് ആയിട്ട് വെക്കാനാണ് പറയുന്നത്. അതായത് ഇംബൽ ഡൗണിൽ നടന്ന കാര്യം പുറത്താരും അറിയാൻ പാടില്ല. അതറിഞ്ഞാൽ അവരുടെ ഇപ്പോഴുള്ള പ്രശസ്തി എല്ലാം നഷ്ടപ്പെടും. ജനങ്ങൾക്ക് വേൾഡ് ഗവൺമെന്റിനെ വിശ്വസിക്കാൻ കഴിയില്ല. ഇതറിയുന്ന സെങ്കോക്കുവിന് ദേഷ്യം വന്നു. കാരണം ഇതാണോ ജസ്റ്റിസ്? നിയമം പാലിക്കേണ്ട ആൾക്കാർ അത് മറച്ചു വെക്കുന്നു. സെങ്കോക്കുവിനെ പോലെയുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഇതിനെതിരായിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കിയുള്ളവരെല്ലാം എന്തിനു വേണ്ടി ഒന്നും അറിയാതെ വേൾഡ് ഗവൺമെന്റിന് വേണ്ടി എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു. ഇതാണോ ജസ്റ്റിസ്? ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളൊരു ഫിക്ഷണലായിട്ട് മാത്രം എടുക്കണ്ട. ഒന്ന് റിയാലിറ്റി വഴി ചിന്തിച്ചു നോക്കിയാലും പലതും മനസ്സിലാവും. വെറും ആക്ഷനും ഫൈറ്റും ഓറയും ഗൂസ്ബംസും ഇത് മാത്രമല്ല ഇതിൽ പറഞ്ഞു പോകുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള മറ്റു പലതും പറയുന്നുണ്ട്. ബാക്കിയുള്ള അനിമയിൽ നിന്ന് വൺ പീസിനെ വ്യത്യസ്തമാക്കുന്നത് ഈ ഒരു കാര്യമാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഈ പറയുന്ന കാര്യം കുട്ടികൾക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. കുറച്ചുകൂടെ കഴിയുമ്പോൾ മെച്യൂരിറ്റി ഹിറ്റ് ചെയ്യുമ്പോൾ എല്ലാം മനസ്സിലായിക്കോളും. ഇതൊക്കെ വേണമെങ്കിൽ എനിക്ക് പറയാതിരിക്കാം, ജസ്റ്റ് വെറുതെ കഥ മാത്രം പറഞ്ഞു പോവാം. പക്ഷെ ഞാൻ കണ്ട വൺ പീസ് അതല്ല, ഞാൻ മനസ്സിലാക്കിയ വൺ പീസ് അതല്ല. ഇനി പോകെ പോകെ ഇതുപോലെയുള്ള ടേമുകൾ കൂടി കൂടി വരും. അതൊരിക്കലും എന്നെ കൊണ്ട് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു വൺ പീസ് ഫാൻ എന്ന നിലയിൽ ഇതിൽ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറയും. ശരിക്കും അതാണ് വൺ പീസ്. ഒരു റബ്ബർ ബോയ് ട്രഷർ തേടി പോകുന്ന കഥ മാത്രമല്ല, പകരം ഓഡാ സെൻസൈ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഞാൻ ഈ പറയുന്ന കാര്യം മാത്രം നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. വൺ പീസ് എന്ന് പറയുന്നത് വെറും ഒരു ഫിക്ഷൻ, ഒരു സ്റ്റോറി മാത്രം പറഞ്ഞു പോകുന്നതല്ല. പകരം ഓഡാ സെൻസൈ പറയാതെ പറഞ്ഞു പോയ റിയാലിറ്റിയെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നോ അന്ന് മറ്റേതൊരു അനിമെ മറന്നാലും നിങ്ങൾ വൺ പീസ് മറക്കില്ല. സോ നമ്മൾ കഥയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഡോഫ്ലമിംഗോ ഒരുപാട് പസഫിസ്റ്റുകളെ വെച്ച് മോരിയെ കൊല്ലുന്നു. അവനോടത് ചെയ്യാൻ പറഞ്ഞത് സെങ്കോക്കുവിന് മുകളിലുള്ള ഏതോ ഒരാളാണ്. ചിലപ്പോൾ വേൾഡ് ഗവൺമെന്റ് ആയിരിക്കാം, മറ്റാരെങ്കിലും ആയിരിക്കാം. പക്ഷെ അത് ആരാണെന്ന് പറയുന്നില്ല. അയാൾ പറഞ്ഞതുകൊണ്ട് ഡോഫ്ലമിംഗോ മോരിയെ കൊന്നു. ശേഷം കടലിന്റെ അടിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ലോയുടെ സബ്മറൈൻ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് കാണുന്നതുകൊണ്ട് മുകളിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ അവരുടെ അടുത്തേക്ക് ബോവ ഹാൻകോക്ക് വരുന്നു. ബോവ ഹാൻകോക്ക് എങ്ങനെയാണ് ഇവിടേക്ക് വന്നതെന്ന് വെച്ചാൽ നേരത്തെ ലൂഫിയെ പിടിക്കാനാണെന്ന് പറഞ്ഞ് അവൾ ഒരു കപ്പലെടുത്ത് വന്നിരുന്നില്ലേ. അങ്ങനെ ആ കപ്പലിലുള്ള ആൾക്കാരെ മുഴുവൻ അവൾ കല്ലാക്കി മാറ്റി. എന്നിട്ട് അവളുടെ പാമ്പിനെ വെച്ച് ലോയുടെ സബ്മറൈൻ പിന്തുടർന്നു. അങ്ങനെയാണ് ബോവ ഹാൻകോക്ക് അവരുടെ അടുത്തേക്ക് എത്തിയത്. കൂടാതെ വരുന്ന വഴിക്ക് വെച്ച് ഇവാൻഗോയെ അവളുടെ ക്രൂവിനെയും കാണുന്ന ബോവ ഹാൻകോക്ക് അവരെയും അവളുടെ കൂടെ കൂട്ടി. ഇപ്പൊ ഇവിടേക്ക് എത്തിയ ബോവ ഹാൻകോക്ക് ലൂഫിക്ക് എങ്ങനെയുണ്ടെന്ന് അന്വേഷിക്കുന്നു. അപ്പൊ ലൂഫിയുടെ സർജറി ഒക്കെ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി വരുന്നല്ലോ അവന്റെ ജീവൻ പോയിട്ടൊന്നുമില്ല, പക്ഷെ അവൻ രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ് എന്ന് പറയുന്നു. കൂടാതെ ലൂഫിയുടെ കൂടെ ബോധം പോയ ജീംബയ്ക്കും ഇപ്പൊ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ എയ്സിനെ രക്ഷിക്കാൻ പറ്റാതെ പോയതിന് ജീംബയ്ക്ക് ഒരുപാട് സങ്കടമുണ്ട്. ശേഷം ബോവ ഹാൻകോക്ക് ലൂഫിയെ അവളുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു പറയുന്നു. കാരണം ലൂഫി ജീവനോടുണ്ടെന്ന് അറിഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ അവനെ മറൈൻ വെറുതെ വിടില്ല.
പാടില്ല. അതുപോലെ വാർലോഡായ ബോവ ഹാൻകോക്കിന്റെ സ്ഥലത്തേക്ക് അവൾ അറിയാതെ ഒരു മറൈനും വരില്ല. അതുകൊണ്ട് ലൂഫി അവിടെ സേഫ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ബോവ ഹാൻകോക്ക് അവനെ അവിടേക്ക് കൊണ്ടുവന്ന് നിൽക്കുന്നത്. ഇപ്പൊ കപ്പലിൽ ബോധം കെട്ട് കിടക്കുന്ന ലൂഫിയുടെ അവസ്ഥ ഭയങ്കര മോശമാണ്. അവൻ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ലൂഫിയുടെ കൂടെ ബോവ ഹാൻകോക്കിന്റെ ഐലൻഡിലേക്ക് ജീംബയും പോകുന്നുണ്ട്. ഇവാൻഗോയും തന്റെ കൂടെയുള്ള ആൾക്കാരും അവിടെ നിന്ന് തന്റെ ഐലൻഡിലേക്ക് പോകുന്നതിന് മുമ്പ് സങ്കടത്തോടെ ജീംബയോട് ലൂഫിയെ നല്ലതുപോലെ നോക്കണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് അവരെല്ലാവരും ഇപ്പൊ പോകുന്നു. ശേഷം ലൂഫിയും കൊണ്ട് ആമസോൺ ലില്ലിയിലേക്ക് തിരിച്ചു വരുന്ന ബോവ ഹാൻകോക്കിനോട് അവിടെയുള്ള മുതിർന്ന മുത്തശ്ശി ഗ്ലോറിയോസ് അവളോട് പറയും, ഇവരെയൊന്നും ഇവിടെ നിർത്താൻ പറ്റില്ല. കാരണം ഈ ഐലൻഡില് പുറത്തു നിന്നുള്ള ആണുങ്ങളെ നിർത്താൻ പാടില്ല. അതാണ് ഇവിടുത്തെ നിയമം. അത് നിനക്കറിയില്ലേ? സോ അവിടേക്ക് വരുന്നത് ലൂഫി മാത്രമല്ല, ലൂഫിയുടെ കൂടെ തന്നെ ജീംബയും ലോയും അവന്റെ ക്രൂവും ഉണ്ട്. കാരണം ലോയ് ഒരു ഡോക്ടറാണ്. അതുകൊണ്ട് ലോയുടെ സഹായമില്ലാതെ, ലോയുടെ കയ്യിലുള്ള ഉപകരണങ്ങൾ ഇല്ലാതെ ലൂഫി അവർക്ക് രക്ഷിക്കാൻ കഴിയില്ല. ഇപ്പൊ അവിടേക്ക് വന്ന ആണുങ്ങളെ ഗ്ലോറിയോസ് അവിടെ നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും ബോവ ഹാൻകോക്കിന്റെ സങ്കടം കണ്ട് ഈ ഒരു ഒറ്റ പ്രാവശ്യം മാത്രം അവർക്ക് അവിടെ നിൽക്കാമെന്ന് പറയുന്നു. പക്ഷെ അത് കൊട്ടാരത്തിലല്ല, പകരം അവിടെയുള്ള കാടിന്റെ ഒരു ഭാഗത്ത്. അവർ ആ ഒരു ഭാഗത്ത് മാത്രം നിൽക്കണം. അത് മറികടന്ന് ഉള്ളിലേക്ക് വരാൻ പാടില്ല. ശേഷം ലൂഫി ഇപ്പോ ആമസോൺ ലില്ലിയിൽ എത്തിയിട്ട് ഏകദേശം 2 ആഴ്ച കഴിഞ്ഞു. ആ ഒരു ചെറിയ ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാർക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവർക്ക് ആമസോൺ ലില്ലിയിലുള്ള വാരിയസ് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അവർക്ക് വേണ്ടിയല്ല, ഒക്കെ ലൂഫിക്ക് വേണ്ടിയാണ്. ബോവ ഹാൻകോക്ക് പറഞ്ഞതുകൊണ്ട് മാത്രം. എന്നാൽ ഈ 2 ആഴ്ച കഴിഞ്ഞിട്ടും ലൂഫിക്ക് ബോധം വന്നിട്ടില്ല. ഇതിൽ ഇനി ലോയ്ക്കൊന്നും ചെയ്യാനില്ല. കാരണം ലോ അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു. ഇനിയെല്ലാം ലൂഫിയുടെ കയ്യിലാണ്. അവൻ തിരിച്ചു വരാനും തിരിച്ചു വരാതിരിക്കാനും എല്ലാം അവന്റെ മാനസികാവസ്ഥ പോലെ ഇരിക്കും. ഇവിടെ സബ്മറൈൻ്റെ അകത്ത് ബോധമില്ലാതെ കിടക്കുന്ന ലൂഫിക്ക് മുഴുവനും എയ്സിന്റെ ഓർമ്മയാണ് വരുന്നത്. അവനെ രക്ഷപ്പെടുത്തിയതും അവർ രണ്ടുപേരും ചേർന്ന് ഫൈറ്റ് ചെയ്തതും അവസാനം അക്കായിനു അവനെ കൊല്ലുന്നതും. ഇതൊക്കെ കാണുന്ന ലൂഫി പെട്ടെന്ന് കണ്ണു തുറന്നു. എന്നിട്ട് എയ്സ് എവിടെയെന്ന് ചോദിച്ച് ആ കപ്പൽ തകർത്ത് പുറത്തു വരുന്നു. എയ്സിന്റെ മരണം ലൂഫിക്ക് ഇതുവരെ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. എല്ലാം ഒരു സ്വപ്നമാണെന്നാണ് ലൂഫിയുടെ വിചാരം. അല്ലെങ്കിൽ ലൂഫിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പുറത്തേക്ക് വന്ന ലൂഫി എയ്സ് എവിടെ, എയ്സ് എവിടെ എന്ന് ചോദിച്ച് ഒരു ഭ്രാന്തനെ പോലെ അലറി വിളിക്കും. അവൻ എന്നിട്ട് എയ്സിനെ അന്വേഷിച്ച് കാട്ടിന്റെ അകത്തേക്ക് കയറി പോകുന്നു. അവനെ പിടിക്കാൻ ശ്രമിക്കുന്ന ആർക്കും അവനെ പിടിക്കാൻ കഴിയുന്നില്ല. മുൻപിൽ വരുന്ന എല്ലാവരെയും ലൂഫി അടിക്കുന്നു. മരങ്ങളൊക്കെ പൊട്ടിച്ച് അവന്റെ മുൻപിൽ കാണുന്ന പാറയെല്ലാം അടിച്ച് തകർക്കുന്നു. ലൂഫിക്ക് അവനോട് തന്നെ ദേഷ്യമാണ്. അവൻ എയ്സിനെ കാണണം. എയ്സ് ഇപ്പോഴും മരിച്ചിട്ടില്ല. അവൻ ഇപ്പോഴും ജീവനോടുണ്ടെന്നാണ് ലൂഫി വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ലോ ജീംബയോട് അവനെ ഇങ്ങനെ വിട്ടാ അത് ശരിയാവില്ല. ഞാൻ തുന്നി വെച്ച അവന്റെ മുറിവ് എങ്ങാനും തുറന്നാൽ അവൻ തീർച്ചയായിട്ടും മരിക്കും. അത് കേൾക്കുന്ന ജീംബയ്ക്ക് ഓർമ്മ വരുന്നത് ഇമ്പൽ ഡൗണിൽ വെച്ച് എയ്സ് അവനോട് പറഞ്ഞ കാര്യമാണ്. ഞാൻ ഇവിടെ വെച്ച് മരിച്ചു പോയാൽ എനിക്ക് വേണ്ടി നീ എന്റെ ബ്രദറിനെ നോക്കണം. ഇത് ഓർക്കുന്ന ജീംബെ ലൂഫിയെ തടയാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് വന്ന് ലൂഫി യുദ്ധം അവസാനിച്ചു, അതുപോലെ എയ്സും മരിച്ചുപോയി എന്ന് ലൂഫിയോട് പറയുന്നു. അത് കേട്ട ലൂഫി ആവട്ടെ, ഇല്ല ഇതെല്ലാം ഒരു സ്വപ്നമാണ്. എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു. ഞാൻ എന്നെ തന്നെ വലിച്ചു കീറും. ഇതൊരു സ്വപ്നമല്ല അല്ലേ? എയ്സ് ശരിക്കും മരിച്ചു അല്ലേ എന്ന് പറയുന്ന ലൂഫിക്ക് എയ്സ് അവന്റെ കൺമുമ്പിൽ വെച്ച് മരിച്ച കാര്യം ഓർമ്മ വരുന്നുണ്ട്. എന്നിട്ട് അവന് സഹിക്കാൻ കഴിയാതെ പൊട്ടിക്കരയുന്നു. ഗാർപ്പിന്റെ കൂടെ ആദ്യമായിട്ട് എയ്സിനെ കാണാൻ പോകുന്ന ലൂഫിയോട് നമ്മൾ കാണാൻ പോകുന്ന എയ്സ് ഇന്നു മുതൽ നിന്റെ സഹോദരനാണ് എന്ന് ഗാർപ്പ് അന്ന് അവനോട് പറഞ്ഞു കൊടുത്ത കാര്യം ഓർമ്മ വരുന്ന ലൂഫി ചങ്ക് പൊട്ടി നിലവിളിച്ച് കരയുന്നു. ഇപ്പോഴാണ് ലൂഫിയുടെയും എയ്സിന്റെയും അതുപോലെ അവരുടെ മറ്റൊരു സഹോദരൻ സാബോയുടെയും പാസ്റ്റ് കാണിക്കുന്നത്. 10 വർഷങ്ങൾക്ക് മുമ്പ് ഈസ്റ്റ് ബ്ലൂയിലെ ഡൗൺ ഐലൻഡിൽ വിൻമിൽ എന്ന് പറയുന്ന ഒരു വില്ലേജ് ഉണ്ട്. അതായത് നമ്മുടെ ലൂഫിയുടെ വില്ലേജ്. ജനങ്ങൾ സമാധാനത്തോടെ താമസിക്കുന്ന ആ വില്ലേജിന്റെ തൊട്ടടുത്ത് മൗണ്ട് കൊളുബോ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു കാട്. ആ കാട്ടിലേക്ക് ആരും പോവാറില്ല. അവിടേക്ക് പോകുന്ന ആൾക്കാർ വളരെ വീക്കാണെങ്കിൽ അവരെന്തായാലും മരിച്ചു പോകും. അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാടാണത്. ആ കാട്ടിൽ ജീവിക്കുന്നത് മൗണ്ടൻ ബണ്ടിറ്റ്സ് എന്ന് പറയുന്ന ആൾക്കാരാണ്. ചെറിയ ചെറിയ മോഷണവും കുറ്റങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അവര്. അവരുടെ ലീഡർ ഈ ഒരു തടിച്ച സ്ത്രീയാണ്, കേളി ഡഡൻ. അവരുടെ അടുത്തേക്ക് ഗാർപ്പ് നമ്മുടെ കുട്ടിയായ ലൂഫിയെ കൊണ്ടുവന്നാക്കി. ഇനി മുതൽ ലൂഫിയും കൂടെ അവർ നോക്കണമെന്ന് ഗാർപ്പ് പറഞ്ഞു. അത് കേട്ട് അവരാദ്യം സമ്മതിക്കില്ല. കാരണം എയ്സ് തന്നെ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴാണ് ഗാർപ്പിന്റെ സ്വന്തം പേരക്കുട്ടി, അതും നമ്മുടെ ലൂഫി. അവനെ കാണുന്ന ഡഡൻ, നിങ്ങൾ ഒരുത്തനെ തന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് ഞങ്ങൾക്ക് തലവേദനയാണ്, ഇനി ഇവനെയും കൂടെ ഇവിടെ നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് ലൂഫിയെ നോക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അതിന് ഗാർപ്പ് അവരെ ഭീഷണിപ്പെടുത്തും. നിങ്ങൾ ഒരുപാട് തെറ്റ് ചെയ്ത് കൂട്ടിയിട്ടുണ്ട്, അതൊക്കെ ഞാൻ കണ്ടില്ല എന്ന് വെച്ചു. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവനെ നോക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചെയ്തു കൂട്ടിയ തെറ്റിന് ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരും. അത് കേട്ട് അവരാവട്ടെ ലൂഫിയെ നോക്കാൻ സമ്മതിച്ചു. അപ്പോഴാണ് ലൂഫിയും എയ്സും തമ്മിൽ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ എയ്സ് ലൂഫിയുടെ മുഖത്തേക്ക് തുപ്പി. അങ്ങനെയാണ് രണ്ടുപേരും ആദ്യമായിട്ട് പരിചയപ്പെട്ടത്. തുടക്കം തന്നെ പ്രശ്നത്തിൽ ആരംഭിച്ചു. എന്നിട്ട് ഗാർപ്പ് ലൂഫിയോട്, ഇവനാണ് എയ്സ്, നിന്നെക്കാൾ 3 വയസ്സ് മുതിർന്നവനാണ്, അതുകൊണ്ട് ഇന്നു മുതൽ ഇവനാണ് നിന്റെ സഹോദരൻ എന്ന് പറഞ്ഞ് ലൂഫിയെ മൗണ്ടൻ ബണ്ടിറ്റ്സിന്റെ അടുത്താക്കി ഗാർപ്പ് അവിടെ നിന്ന് പോയി. ഇതിനുശേഷം എയ്സ് ലൂഫിയോട് മിണ്ടുന്നില്ല. അതുകൊണ്ട് ലൂഫി എയ്സിന്റെ പുറകെ തന്നെ പോകുന്നു. നീ എന്റെ മുഖത്ത് തുപ്പിയതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്ക് രണ്ടുപേർക്കും ഫ്രണ്ട്സ് ആവാം എന്ന് പറഞ്ഞ് ലൂഫി എയ്സിന്റെ പുറകെ പോകുന്നു. അപ്പോൾ എയ്സ് ഒരു മരം ലൂഫിയുടെ ദേഹത്തേക്ക് അടിച്ച് തള്ളിയിട്ടു. എന്നിട്ടും പുറകെ വരുന്ന ലൂഫിയെ ഒരു പാലത്തിന്റെ മുകളിൽ നിന്ന് അവനെ അടിച്ച് കൊക്കയിലേക്ക് തള്ളിയിട്ടു.
ചെയ്തു. അന്ന് എയ്സ് മാത്രം തിരിച്ച് വീട്ടിലേക്ക് വന്നു. പക്ഷേ ലൂഫി വന്നില്ല. രാത്രി ആയതോടെ അവരെല്ലാവരും വിചാരിച്ചു ലൂഫി മരിച്ചുപോയെന്ന്. എയ്സ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന്റെ കാരണം അവനോട് തന്നെ ഒരു വെറുപ്പാണ്. ഗോൾഡി റോജറിനെയും അയാളുടെ മകനെയും കുറിച്ച് ആരോടെങ്കിലും ഒക്കെ ചോദിക്കുമ്പോൾ അവനോട് പറയുന്നത് മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. അവൻ ഈ ലോകത്തിലേക്ക് ജനിച്ചതിന് അവൻ വിഷമിക്കും. ഗോൾഡി റോജർ നാറിയാണ്. അവന്റെ മകൻ ഈ ലോകത്ത് ജനിക്കാൻ അർഹതയില്ല. ഇതൊക്കെ അവരുടെ അടുത്ത് നിന്ന് കേൾക്കുന്ന എയ്സിനെ ഒരുമാതിരി ദേഷ്യവും അവനോട് തന്നെ വെറുപ്പ് തോന്നും. അതുകൊണ്ടാണ് എയ്സ് ബാക്കിയുള്ളവരോട് സംസാരിക്കാത്തതും ലൂഫിയോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും. ഇപ്പൊ ലൂഫിയെ കാണാതായിട്ട് ഒരാഴ്ച കഴിഞ്ഞു. അങ്ങനെ ഒരു ദിവസം രാത്രി ശരീരം മുഴുവൻ പരിക്ക് പറ്റി ലൂഫി അവരുടെ അടുത്തേക്ക് വന്നു. ഇത്രയും ദിവസം അവൻ താഴ്വാരത്തായിരുന്നു. അവന്റെ പുറകെ തന്നെ കുറുക്കന്മാരുണ്ടായിരുന്നു. അവനെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ ലൂഫി അവരോട് പറഞ്ഞ് പോയി കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ എയ്സ് എഴുന്നേറ്റ് പോകുമ്പോൾ അവന്റെ പുറകെ തന്നെ ലൂഫിയും പോകുന്നുണ്ട്. കാട്ടിലേക്ക് ഓടി പോകുന്ന എയ്സ് ലൂഫി കാണാതെ ഓരോ സ്ഥലത്തേക്ക് മാറിപ്പോവും. അവൻ ലൂഫിക്ക് പിടി കൊടുക്കുന്നില്ല. അങ്ങനെ 8 ദിവസം ലൂഫി എയ്സിന്റെ പുറകെ പോയി. അത് 10 ദിവസമായി. 10 ദിവസം ഒരു മാസമായി. ഒരു മാസം അങ്ങനെ 2 മാസമായി. അതിന് മഴയായാലും വെയിലായാലും ലൂഫി എയ്സിന്റെ കൂടെ ഫ്രണ്ട് ആവാൻ അവന്റെ പുറകെ തന്നെ പോകുന്നു. അങ്ങനെ ലൂഫി പതിയെ ആ കാടിന്റെ ഓരോ ഭാഗങ്ങളും പഠിച്ചു വരുന്നുണ്ട്. ഒരു ദിവസം എയ്സിന്റെ പുറകെ പോകുന്ന ലൂഫിയെ ആ കാട്ടിലെ ഏറ്റവും വലിയ മോൺസ്റ്റർ, ആരെക്കൊണ്ടും തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു വലിയൊരു പുലിയുടെ മുൻപിൽ ലൂഫി വന്നു പെട്ടു. പക്ഷെ അവിടേക്ക് ഒരു വലിയ കരടി വന്നതുകൊണ്ട് ലൂഫി അവിടെ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ ലൂഫി എയ്സിന്റെ പുറകെ പോകാൻ തുടങ്ങിയിട്ട് ഏകദേശം 3 മാസമായി. ശേഷം ലൂഫി ആ കാടിന്റെ അവസാനം കണ്ടു. ആ ഒരു സ്ഥലം കാണുന്ന ലൂഫിക്ക് അത് എവിടെയാണെന്ന് മനസ്സിലായില്ല. ചപ്പുചവറുകളൊക്കെ കൂമ്പാരമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം. ഈ സ്ഥലത്ത് ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങളുണ്ട്. അതായത് പഴകിയ സാധനങ്ങളെല്ലാം ആൾക്കാർ ഇവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കും. ഈ സ്ഥലത്ത് ജീവിക്കുന്ന ആൾക്കാർ കൂടുതലും ക്രിമിനൽസ് ആണ്. കൂടാതെ അസുഖം വന്ന ആൾക്കാര്, പണമില്ലാതെ ചവറ് പെറുക്കുന്ന ആൾക്കാര്, ഇങ്ങനെയുള്ള ആൾക്കാർ താമസിക്കുന്ന ഈ സ്ഥലത്തിന്റെ പേരാണ് ഗ്രേ ടെർമിനൽ. ഈ സ്ഥലത്തിനോട് ചേർന്ന് ഒരു മതിലുണ്ട്. ആ മതിലിന്റെ അപ്പുറത്താണ് പണമുള്ള നോബിൾസ് ആയിട്ടുള്ള ആൾക്കാർ ജീവിക്കുന്നത്. ആ സ്ഥലത്തിന്റെ പേര് ഗോവ കിങ്ഡം. ഒരു ഭാഗത്ത് പാവപ്പെട്ടവര്, മറ്റൊരു ഭാഗത്ത് പണമുള്ള ആൾക്കാർ. നോബിൾസ് അവർക്ക് വേണ്ടാത്ത സാധനങ്ങൾ ഈ ഗ്രേ ടെർമിനലിലേക്ക് ഉപേക്ഷിക്കും. അതിൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതെടുത്ത് വിറ്റിട്ടാണ് ഗ്രേ ടെർമിനലിലുള്ള ആൾക്കാർ ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ ലൂഫി എയ്സിനെ അന്വേഷിച്ച് വന്നത്. അങ്ങനെ ലൂഫി അവിടെ എയ്സിനെ അന്വേഷിച്ച് നടക്കുമ്പോൾ എയ്സ് അവിടെയുള്ള 2 പേരെ അടിച്ച് അവരുടെ കയ്യിലുള്ള ഒരു പൊതി എടുത്ത് കാടിന്റെ അകത്തേക്ക് കയറി പോകുന്നത് ലൂഫി കണ്ടു. ഇങ്ങനെ കാടിന്റെ അകത്തേക്ക് വരുന്ന എയ്സ് മരത്തിന്റെ മുകളിലുള്ള സാബോ എന്ന് പറയുന്ന ഒരു പയ്യനെ വിളിക്കുന്നു. രണ്ടുപേരും ഒരേ പ്രായക്കാരാണ്, അതുപോലെ കൂട്ടുകാരുമാണ്. ശേഷം എയ്സ് അവന് കിട്ടിയ പൊതി തുറന്നു കാണിച്ചു കൊടുത്തു. അതിൽ ഒരുപാട് പണമുണ്ട്. ഗ്രേ ടെർമിനലിലുള്ള ആൾക്കാരെ അടിച്ച് അവരുടെ അടുത്ത് നിന്ന് എയ്സ് കൊണ്ടുവന്നത് ഇത്രയും പണമാണ്. അവർ ഇതുവരെ ചേർത്ത് വെച്ച മുഴുവൻ പണത്തിലേക്ക് ഈ പണം അവർ ചേർക്കുന്നു. ഇതെന്തിനാണെന്ന് വെച്ചാൽ രണ്ടുപേരുടെയും പൈററ്റ് സേവിംഗ് ആണിത്. അവർ 5 വർഷം കൊണ്ട് ചേർത്ത് വെച്ച പണം. ഇതുകൊണ്ട് അവർക്കൊരു പുതിയ ഷിപ്പ് വാങ്ങണം. എന്നിട്ട് ആ ഷിപ്പിൽ കയറി ഒരു പൈററ്റായി ഇവരിവിടെ നിന്ന് രക്ഷപ്പെടും. ലോകം മൊത്തം സഞ്ചരിക്കും. അവരുടെ ഈ ഒരു ആഗ്രഹം പറയുന്നത് എയ്സിന്റെ പുറകെ വന്ന നമ്മുടെ ലൂഫി കേട്ടു. എന്നിട്ട് എനിക്കും പൈററ്റ് ആവണം, ഞാനും നിങ്ങളുടെ കൂടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചു കൂവുന്നു. അത് കേട്ട് പെട്ടെന്ന് രണ്ടുപേരും ഇറങ്ങി വന്ന് ലൂഫി ഒരു മരത്തിൽ കെട്ടിവെച്ചു. എന്നിട്ട് എയ്സ് ഇവൻ നമ്മുടെ സീക്രട്ട് കണ്ടുപിടിച്ചു, അതുകൊണ്ട് നമുക്ക് ഇവൻ ആരും അറിയാതെ കൊല്ലാം. അത് കേട്ട് ലൂഫി ആവട്ടെ, എന്ത് എന്നെ കൊല്ലല്ലേ, എനിക്ക് മരിക്കണ്ട, ആരെങ്കിലും സഹായിക്ക് എന്ന് പറഞ്ഞ് ലൂഫി അലറി കരയുന്നു. സാബോ നീ പെട്ടെന്ന് ഇവനെ കൊല്ല്. എന്ത്, ഞാനോ? നീ വേണമെങ്കിൽ കൊന്നോ, ഞാൻ ഇവനെ കൊല്ലില്ല. ഞാൻ ഇതിനു മുമ്പ് ആരെയും കൊന്നിട്ടില്ല, ഞാനും കൊന്നിട്ടില്ല, എനിക്കും അറിയില്ല എങ്ങനെ കൊല്ലേണ്ടതെന്ന്. അപ്പൊ ലൂഫി അവരോട് എന്നെ നിങ്ങൾ വെള്ളത്തിലേക്ക് മാത്രം വലിച്ചെറിയല്ലേ എന്ന് പറഞ്ഞ് അലറി നിലവിളിക്കുമ്പോ എയ്സിനെ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാര് ആ ശബ്ദം കേട്ടു. അപ്പൊ അവരവിടേക്ക് വരുന്നതിന് മുമ്പ് അവർ ലൂഫിയെ തൽക്കാലത്തേക്ക് അഴിച്ചുവിട്ട് 3 പേര് ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കുന്നു. പക്ഷെ പതിയെ പുറത്തേക്ക് ഇറങ്ങി പോകാൻ ശ്രമിക്കുന്ന ലൂഫിയെ മാത്രം അവർ പിടിച്ചു. അവർക്ക് എയ്സിനെ മാത്രമേ അറിയുള്ളൂ, ലൂഫി ആരാണെന്ന് അറിയില്ല. പക്ഷെ പെട്ടെന്ന് നമ്മുടെ ലൂഫി എയ്സ് എന്നെ രക്ഷിക്ക് എന്ന് പറഞ്ഞ അലറി വിളിക്കും. അത് കേട്ട് അവര് എയ്സിനും ലൂഫിക്കും ബന്ധമുണ്ട്, അതുകൊണ്ട് ആ പണം മുഴുവൻ എവിടെയാണ് ഇരിക്കുന്നതെന്ന് ലൂഫിക്ക് അറിയാം എന്ന് മനസ്സിലാക്കി അവർ ലൂഫി എടുത്തുകൊണ്ട് പോകുന്നു. പെട്ടെന്ന് സാബോയും എയ്സും ഇതാണ് പറ്റിയ സമയം, അവൻ വായ തുറക്കുന്നതിന് മുമ്പ് മുഴുവൻ പണവും ഇവിടെ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞ് രണ്ടുപേരും അവരുടെ ആ മുഴുവൻ പണം അവിടെ നിന്ന് മാറ്റി. ഇപ്പൊ ലൂഫിയെ പിടിച്ചുകൊണ്ടുവരുന്ന ഇവരാണ് ബ്ലൂജാം പൈററ്റ്സ്. ഇവരുടെ ക്യാപ്റ്റന്റെ പേര് ബ്ലൂജാം. ബ്ലൂജാമിന് കൊടുക്കാനുള്ള പണമാണ് എയ്സ് എടുത്തുകൊണ്ട് വന്നത്. ഇവർക്ക് ആ പണം കിട്ടിയിട്ടില്ലെങ്കിൽ ബ്ലൂജാം അവരെ കൊല്ലും. അതുകൊണ്ട് ആ പണം എവിടെയാണെന്ന് ചോദിച്ച് ലൂഫിയെ പിടിച്ചു കൊണ്ടുവന്നവൻ അവനെ അടിക്കുന്നു. കയ്യിൽ മുള്ളുള്ള ഗ്ലൗസ് ഇട്ട് ലൂഫിയെ കെട്ടിത്തൂക്കി ഒരുപാട് അടിക്കും. ഒരു കുട്ടിയാണെന്ന് പോലും നോക്കാതെ ലൂഫിയെ ഒരുപാട് അടിക്കും. ഇത്ര അടി കിട്ടിയിട്ട് പോലും ലൂഫി അത് എവിടെയാണെന്ന് പറയുന്നില്ല. ഇപ്പൊ പണമൊക്കെ അവിടെ നിന്ന് മാറ്റിയതിനു ശേഷം സാബോയ്ക്കും എയ്സിനും മനസ്സിലായി ലൂഫി അവരോട് പണം ഇരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ലാന്ന്. ഇവിടെ ലൂഫി സത്യങ്ങളൊന്നും പറയാത്തതുകൊണ്ട് ബ്ലൂജാമിന്റെ മെമ്പർ പോർഷെ ഒരു കത്തി എടുത്തുകൊണ്ട് വന്ന് ലൂഫിയെ വെട്ടാൻ തുടങ്ങുമ്പോ പെട്ടെന്ന് അവിടെ ചവിട്ടി പൊളിച്ച് എയ്സും സാബോയും ലൂഫിയെ രക്ഷിക്കാൻ വേണ്ടി വന്നു. എന്നിട്ട് അവിടെയുള്ള എല്ലാത്തിനെയും രണ്ടുപേരും ചേർന്ന് അടിച്ച് നിരത്തി അവിടുന്ന് ലൂഫിയെ കൊണ്ട് രക്ഷപ്പെടുന്നു. ശേഷം രാത്രി അവിടേക്ക് വരുന്ന ബ്ലൂജാം ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞ് അടികിട്ടി കിടക്കുന്ന പോർഷയെ കൊന്നു. ശേഷം അവന്റെ ആൾക്കാരോട് ആ പണം എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറയുന്നു. ഇവിടെ രക്ഷപ്പെട്ടു വന്ന നമ്മുടെ ലൂഫി അവിടെ നടന്ന സംഭവം ഓർത്ത് നിർത്താതെ കരയും. പെട്ടെന്ന് എയ്സ് അവനോട് കരച്ചിൽ നിർത്തടാ, ഇതുപോലെയുള്ള പേടിത്തൊണ്ടന്മാരെയും കരയുന്നവന്മാരെയും എനിക്ക് തീരെ ഇഷ്ടമില്ല. അത് കേട്ട് ലൂഫി പെട്ടെന്ന് കരച്ചിൽ നിർത്തി. എന്നിട്ട് അവനെ രക്ഷപ്പെടുത്തിയതിന് രണ്ടുപേരോടും നന്ദി പറയും. അത് കേട്ട് എയ്സ് ദേഷ്യപ്പെട്ട് നിനക്ക് ആദ്യം തന്നെ അവരോട് സത്യം മുഴുവൻ
പറയായിരുന്നില്ലേ, അവര് കുട്ടികളെയും പെണ്ണുങ്ങളെയും കൊല്ലാൻ മടിക്കാത്തവന്മാരാണ് എന്ന് ഏസ് പറയുന്നത് കേട്ട് ലൂഫി, ഞാൻ വിചാരിച്ചു ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്റെ ഫ്രണ്ട് ആവില്ലെന്ന്. എടാ മണ്ട, മരിക്കുന്നതിനേക്കാളും നല്ലതാടാ ഞങ്ങളുടെ കൂടെ ഫ്രണ്ട് ആവാതിരിക്കുന്നത്. നീ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങളുടെ ഫ്രണ്ട് ആവുന്നത്? ഞാൻ നിന്നെ ഇത്രയും കഷ്ടപ്പെടുത്തിയിട്ടും എന്തിനാ നീ ഞങ്ങളുടെ പുറകെ വരുന്നത് എന്ന് ഏസ് ചോദിക്കുന്നതിന് ലൂഫി കരഞ്ഞുകൊണ്ട് പറയും, കാരണം എനിക്ക് വിശ്വസിക്കാൻ ആരുമില്ല, എനിക്ക് തിരിച്ചെന്റെ വില്ലേജിലേക്ക് പോകാനും കഴിയില്ല, ഈ മൗണ്ടൻ ബണ്ടിറ്റ്സുകളെ എനിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ നിന്റെ പുറകെ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാവുമായിരുന്നു. മരിക്കുന്നതിനേക്കാൾ വേദനയാണ് ഒറ്റയ്ക്കാവുന്നതിന്. അതിന് ഏസ് ലൂഫിയോട്, നിനക്ക് പാരന്റ്സ് ഒന്നുമില്ലേ? ഇല്ല, എനിക്ക് ആ മുത്തച്ഛൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ നിന്റെ അടുത്തുള്ളത് നിനക്ക് ഇഷ്ടമാണോ? അതെ. ഞാനില്ലാതെ നിനക്ക് ബുദ്ധിമുട്ടാണോ? അതെ. ഇത് ലൂഫിയുടെ അടുത്ത് നിന്ന് കേൾക്കുന്ന ഏസിന് ഇതൊരു പുതിയ അനുഭവമാണ്, കാരണം അവനെ സ്നേഹിക്കാനും അവനെ ഇഷ്ടപ്പെടാൻ ഒരാളുണ്ട്. ഇത് മനസ്സിലാക്കുന്ന ഏസിന് അവന്റെ ഉള്ളിലൊരു സന്തോഷം വരുന്നു. ശേഷം അവർ രണ്ടുപേരും വഴക്ക് കൂടുന്നുണ്ടെങ്കിലും ഏസിന് ലൂഫിയെ ഇഷ്ടപ്പെട്ടു. ഇനി സാബോയ്ക്ക് ഗ്രേ ടെർമിനലിന്റെ തൊട്ടപ്പുറത്തുള്ള കാട്ടിൽ ജീവിക്കാൻ കഴിയില്ല, കാരണം ഇവരെ അന്വേഷിച്ച് നടക്കുന്ന ബ്ലൂജാമിന്റെ ആൾക്കാര് എപ്പോ വേണമെങ്കിലും അവനെ പിടിക്കാം. അതുകൊണ്ട് സാബോ ഏസിന്റെയും ലൂഫിയുടെയും കൂടെ ഡഡന്റെ വീട്ടിൽ താമസിക്കുന്നു. ആദ്യം ഡഡൻ സമ്മതിച്ചില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ സാബോയ്ക്ക് അവിടെ താമസിക്കാമെന്ന് പറയുന്നു. ഡഡൻ അങ്ങനെയാണ്. ആദ്യം വേണ്ടാന്ന് പറഞ്ഞാലും ഡഡന് കുറച്ചൊക്കെ അവരെ ഇഷ്ടമുണ്ട്. ഇപ്പൊ ഡഡന്റെ വീട്ടിൽ താമസിക്കുന്ന സാബോയും ഏസും ലൂഫിയും രാവിലെ കാട്ടിലേക്ക് ഇറങ്ങി പോകുന്നു. അവിടെ വെച്ച് അവർ മീനിനെ ചുട്ടു തിന്നും. ലൂഫി പന്താക്കി തട്ടിക്കളിക്കും. ശേഷം വെള്ളത്തിലേക്ക് വീഴുന്ന ലൂഫിയെ ഒരു മുതല തിന്നു. ഉടനെ സാബോയും ഏസും ആ മുതലയെ അടിച്ചു കൊന്ന് മൂന്നുപേരും അതിനെയും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. ഈ സമയത്ത് അവരെ അന്വേഷിച്ച് എല്ലാ സ്ഥലത്തും ബ്ലൂജാമും അവന്റെ ആൾക്കാരും ഉണ്ട്. ഏസും സാബോയും ലൂഫിയും ബ്ലൂജാമിന്റെ ആൾക്കാരെ അടിച്ച കാര്യം ഓർത്ത് ഡഡനും പുള്ളിക്കാരുടെ ആൾക്കാരും പേടിച്ചു നിൽക്കുന്ന സമയത്താണ് ലൂഫിയും ഏസും സാബോയും അവര് കൊന്ന മുതലയും കൊണ്ട് അവിടേക്ക് വരുന്നത്. അങ്ങനെ എല്ലാവരും ചേർന്ന് ആ മുതലയെ തിന്നു. ശേഷം അടുത്ത ദിവസം രാവിലെ നമ്മുടെ ലൂഫിയും ഏസും സാബോയും ഒരു ഫൈറ്റ് മാച്ച് നടത്തുന്നുണ്ട്. ഓരോ മാച്ചിന്റെയും കൗണ്ട് അവർ എഴുതി വെക്കും. അതിൽ ഏസ് മാത്രം എല്ലാത്തിനും ജയിക്കുന്നുണ്ട്. പക്ഷെ ലൂഫി 50 പ്രാവശ്യം തോറ്റു. അതുകൊണ്ട് അന്നത്തെ ദിവസത്തെ ട്രെയിനിങ് ഒക്കെ നിർത്തി അവരൊരു മുതലയെ പിടിച്ചു തിന്നാൻ വേണ്ടി പോകും. കാട്ടിലുള്ള മൃഗങ്ങളുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ട് അവർ മൂന്നുപേരും ദിവസം പോകുന്തോറും സ്ട്രോങ് ആയി വരുന്നുണ്ട്. അങ്ങനെ അവർ മൂന്നുപേരും മുതലയെ പിടിച്ച് ഡഡന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഈസ്റ്റ് ബ്ലൂയിലെ ഡൗൺ ഐലൻഡിലുള്ള ഒരു വില്ലേജ് ആണ് വിൻ മിൽ എന്ന് പറയുന്ന വില്ലേജ്. അതായത് നമ്മുടെ ലൂഫിയുടെ വില്ലേജ്. ആ വില്ലേജിനോട് ചേർന്ന് മലയുടെ മുകളിലുള്ള കാട്ടിലാണ് ഡഡന്റെ വീടുള്ളത്. ശേഷം കാട് കടന്ന് പോയാലുള്ള അടുത്ത സ്ഥലമാണ് പാവപ്പെട്ടവരും ക്രിമിനൽസ് ഒക്കെ തിങ്ങിപ്പാർത്ത് ജീവിക്കുന്ന ഗ്രേ ടെർമിനൽ. ആ ഗ്രേ ടെർമിനലിനോട് ചേർന്ന് അത് അവസാനിക്കാനാവുന്ന ഭാഗത്ത് ഒരു വലിയ മതിലുണ്ട്. ആ മതിലിന് ഒരു വലിയ ഗേറ്റ് ഉണ്ട്. അതിന്റെ പേരാണ് ഗ്രേറ്റ് ഗേറ്റ്. അതിലൂടെ പോയാൽ അവർക്ക് ഗോവ കിങ്ഡത്തിലേക്ക് എത്താൻ പറ്റും. ആ മതിലിന്റെ അകത്തുള്ളത് ഗോവ കിങ്ഡം ആണ്. നോബിൾസ് ആയിട്ടുള്ള ഫാമിലിയൊക്കെ ജീവിക്കുന്ന ഗോവ കിങ്ഡം. അവിടെ നോബിൾസ് ഉയർന്ന ആൾക്കാരാണ്. പക്ഷെ അവരെക്കാൾ ഉയർന്ന ആൾക്കാരാണ് അവിടുത്തെ റോയൽ ഫാമിലി, അതായത് രാജാവിന്റെ കുടുംബം. ഈ സെലസ്റ്റിയൽ ഡ്രാഗൺസ് ഒക്കെ മറ്റൊരു കുടുംബത്തിൽ വരുന്ന രാജാക്കന്മാരാണ്. അതുപോലെ ഇവിടെയുള്ള രാജാവിന്റെ ഫാമിലിയാണ് ഗോവ കിങ്ഡത്തിലെ റോയൽ ഫാമിലി. സോ ഈ ഒരു ഗോവ കിങ്ഡത്തിലേക്ക് കയറാനുള്ള ഗേറ്റ് ദിവസത്തിൽ 2 പ്രാവശ്യം തുറക്കും. അതും അവിടെയുള്ള ആൾക്കാരുടെ വേസ്റ്റ് ഗ്രേ ടെർമിനലിലേക്ക് തട്ടാൻ വേണ്ടി. ആ സമയത്ത് ഗ്രേ ടെർമിനലിലുള്ള ആൾക്കാർക്ക് അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ ഗോവ കിങ്ഡത്തിലേക്ക് കയറി വിൽക്കാൻ പറ്റും. ഇപ്പോൾ ആ ഗേറ്റ് തുറന്ന് അവിടേക്ക് ഗ്രേ ടെർമിനലിലെ ആൾക്കാർ കയറുന്ന സമയത്താണ് ഒരു വിചിത്രമായിട്ടുള്ള ആള് എന്തോന്ന് അവിടേക്ക് വലിച്ചുകൊണ്ട് വരുന്നത്. അവിടേക്ക് അവർ എന്തിനാണ് വരുന്നതെന്ന് വെച്ചാൽ മുതലയുടെ തോല് വിൽക്കാനാണ്. അതുകൊണ്ട് അവിടുത്തെ ഗാർഡ്സ് അവരെ അകത്തേക്ക് കയറ്റി വിടുന്നു. പക്ഷേ ഗ്രേ ടെർമിനലിലെ ഗുണ്ടകൾ അകത്തേക്ക് കയറി വരുന്ന അയാളെ തടഞ്ഞു നിർത്തി അയാളുടെ കയ്യിലുള്ള എല്ലാം കൊടുക്കാൻ പറയുന്നു. പെട്ടെന്ന് അയാളുടെ ദേഹത്തുള്ള തുണി മാറ്റി പെട്ടെന്ന് ലൂഫി മേസും സാബോയും പുറത്തേക്ക് ചാടി വന്ന് അവരെല്ലാവരെയും അടിച്ച് നിരത്തി. ശേഷം അവർ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം വിറ്റ് അവിടെയുള്ള ഒരു റെസ്റ്റോറന്റിലേക്ക് പോകുന്നു. പക്ഷേ അവരുടെ ഈ ഒരു വിചിത്രമായിട്ടുള്ള രൂപം കണ്ട് ആ റെസ്റ്റോറന്റ് നടത്തുന്ന ആള് അവരെ അകത്തേക്ക് കയറ്റി വിടില്ല. അപ്പോൾ സാബോ അവന്റെ കയ്യിലുള്ള ഒരു മാർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അയാൾ പെട്ടെന്ന് അവർക്ക് VIP റൂം തന്നെ കൊടുക്കുന്നു. അതെങ്ങനെ സാബോയുടെ അടുത്ത് വന്നു എന്നറിയില്ല. പക്ഷെ അത് നോബിൾസിന്റെ കയ്യിലുള്ള ഒരു അടയാളമാണ്. ഇപ്പൊ VIP റൂമിലേക്ക് കയറി അവർ 3 പേരും അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഭക്ഷണവും വാരി വലിച്ചു തിന്നും. അപ്പോൾ ആ റെസ്റ്റോറന്റിന്റെ ഓണർ അവരെ 3 പേരെയും കണ്ടുപിടിച്ചു. അതുകൊണ്ട് 3 പേരും ജനല് തകർത്ത് താഴേക്ക് എടുത്ത് ചാടി ആർക്കും പിടി കൊടുക്കാതെ അവിടുന്ന് ഓടി പോകുമ്പോ ഒരു നോബിളായിട്ടുള്ള മനുഷ്യൻ സാബോയെ കണ്ട്, സാബോ നീ ജീവനോടെ ഉണ്ടോ, നീ ഇവിടേക്ക് തിരിച്ചു വാ എന്ന് പറയുന്നു. പക്ഷെ സാബോ ഇതൊന്നും കേൾക്കാതെ ദേഷ്യപ്പെട്ട് എയ്സിന്റെയും ലൂഫിയുടെയും കൂടെ അവിടുന്ന് തിരിച്ച് കാട്ടിലേക്ക് ഓടിപ്പോകുന്നു. തിരിച്ചു വരുന്ന എയ്സിനും ലൂഫിക്കും സാബോ എന്തോ മറച്ചു വെക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നതുകൊണ്ട് അവർ രണ്ടുപേരും ബ്രദേഴ്സിന്റെ അടുത്ത് രഹസ്യം പാടില്ല, എന്തുണ്ടെങ്കിലും നീ ഇത് തുറന്നു പറയണം എന്ന് പറഞ്ഞ് അവൻ മറച്ചു വെക്കുന്നത് എന്താണെന്ന് ചോദിക്കുന്നു. പക്ഷെ സാബോ ഒന്നുമില്ല എന്ന് പറയുന്നത് കൊണ്ട് വേറെ വഴിയില്ലാതെ രണ്ടുപേരും അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് മര്യാദയ്ക്ക് സത്യം പറയാൻ പറയുന്നു. അങ്ങനെ സാബോ അവർ രണ്ടുപേരോടും ആ സത്യം പറഞ്ഞു. അവൻ അവിടുത്തെ നോബിൾ ഫാമിലിയിലെ ഒരു നോബിളാണ്. അത് കേട്ട എയ്സിനും ലൂഫിക്കും പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. സാബോ ഇതിനു മുമ്പ് അവരോട് പറഞ്ഞത് അവനൊരു അനാഥനാണ്, അവനൊരു കുടുംബമില്ല, അവൻ ജീവിച്ചത് ഗ്രേ ടെർമിനലിലാണ്. പക്ഷെ അതൊക്കെ കള്ളമായിരുന്നു. ഇന്ന് അവർ 3 പേരും ഓടി വന്നപ്പോ അവര് കണ്ട മനുഷ്യനാണ് അവന്റെ അച്ഛൻ. അതുകൊണ്ട് ഇവരോട് കള്ളം പറഞ്ഞതിന് സാബോ സോറി ചോദിക്കുന്നു. അത് കേട്ട ലൂഫി ആവട്ടെ, അവൻ സോറി പറഞ്ഞില്ലേ, നമുക്ക് അവന് മാപ്പ് കൊടുക്കാം. അപ്പൊ സാബോ അവൻ എന്തിനാണ് അവന്റെ കുടുംബത്തിന്റെ കൂടെ ജീവിക്കാതെ ഇവരുടെ കൂടെ വന്ന് ജീവിക്കുന്നതെന്ന് പറയുന്നു. അവന്റെ അച്ഛനും അമ്മയും അവനെ ചെറുപ്പം മുതലേ അവൻ എപ്പോഴും പഠിക്കണം, പഠിച്ച് നല്ല ബുദ്ധിയുള്ള ആളായ മാത്രമേ അവന് റോയൽ ഫാമിലിയിലെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ, എങ്കിലേ അവന് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവർ ചെറുപ്പം മുതലേ അവനെ വളർത്തി കൊണ്ടുവന്നു. അവന്റെ സന്തോഷവും സങ്കടവും ഒന്നും അവർ നോക്കാറില്ല. അവർക്ക് എപ്പോഴും വേണ്ടത് ഉയർന്ന പദവി മാത്രമാണ്. റോയൽ ഫാമിലിയിലുള്ള ഒരു പയ്യൻ സാബോയെ ഒരു ദിവസം കത്തികൊണ്ട് കുത്താൻ വന്നപ്പോ സാബോ അവനെ അടിച്ചു. പക്ഷെ അതൊന്നും കേൾക്കാതെ അവനൊരു റോയൽ ഫാമിലിയിലെ പയ്യനാണെന്ന് പറഞ്ഞ് അവന്റെ അമ്മ സാബോ പറയുന്ന ഒന്നും കേൾക്കാതെ
അവനെയാണ് ചീത്ത പറഞ്ഞടിച്ചത്. അവർക്ക് വേണ്ടതൊരു മകനെയല്ല, അവർക്ക് വേണ്ടത് പദവിയും പത്രാസുമുള്ള ഒരാളെയാണ്. അവന്റെ അച്ഛൻ അവനോട് നിനക്ക് ഗ്രേ ടെർമിനലൊന്നും ജീവിക്കാൻ കഴിയില്ല, അവിടെ എന്ത് തരത്തിലുള്ള മനുഷ്യരാണ് ജീവിക്കുന്നത് നിനക്കറിയോ, ഇവിടെ ഉള്ളതുപോലെയല്ല അവിടെ എന്ന് സാബോയോട് ആ ഒരു സ്ഥലം മോശമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് സാബോ അവിടെ പോയി ജീവിക്കുന്നു. അവിടേക്ക് എത്തിയപ്പോഴാണ് നോബിൾസിന്റെ കൂടെ ജീവിക്കുന്നതല്ല, പകരം ഇവരുടെ കൂടെ ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് സാബോയ്ക്ക് മനസ്സിലായി. പദവിയും ആർഭാടവുമാണ് യഥാർത്ഥ ജീവിതം എന്ന് ചിന്തിക്കുന്നവർക്കിടയിൽ നിന്ന് അതൊന്നുമല്ല യഥാർത്ഥ ജീവിതം, അതൊന്നുമല്ല സന്തോഷം എന്ന് മനസ്സിലാക്കി വന്നവനാണ് സാബോ. അവൻ എന്തെങ്കിലും ഒരു ദിവസം ഫ്രീ ആയിട്ട് കടലിൽ ജീവിക്കണം, അതും അവന് വേണ്ടതുപോലെ, ആരുടെയും കീഴിൽ പണിയെടുക്കാതെ സന്തോഷത്തോടെ. അപ്പോൾ എയ്സു അവന്റെ ആഗ്രഹം പറയുന്നു. അവൻ ഏറ്റവും വലിയൊരു പൈററ്റ് ആവണം, അവന്റെ പേര് ഈ ലോകമെമ്പാടും അറിയും, അവൻ എല്ലാവരെയും തോൽപ്പിക്കും, അവനെ വെറുത്ത എല്ലാവരും അവന്റെ പേര് മനസ്സിലാക്കും, ഒരു ദിവസം അവനും വലിയൊരു പൈററ്റായി മാറും. ഇതാണ് എയ്സിന്റെ ആഗ്രഹം. അപ്പോൾ ലൂഫി ഓടി വന്ന് അവന്റെ ആഗ്രഹം എന്താണെന്ന് കേട്ട ഏസും സാബോയും ഞെട്ടിപ്പോയി. എന്നിട്ട് അവർ ചിരിക്കുന്നു. ലൂഫിയുടെ ആഗ്രഹം എന്താണെന്ന് പറയുന്നില്ല, പക്ഷെ അവർ 3 പേർക്കും പൈററ്റ്സ് ആണ് ആവേണ്ടത്. ശേഷം അവർ 3 പേരും ഒരുമിച്ച് അവർ 3 പേരും സാക്കെ കൈമാറി കഴിഞ്ഞാൽ അവർ എത്ര വലിയ പൈററ്റ്സ് ആയിക്കോട്ടെ, എന്ത് വലിയ സാഹചര്യമായിക്കോട്ടെ, അവർ 3 പേരും എപ്പോഴും ബ്രദേഴ്സ് ആയിരിക്കും എന്ന് പറഞ്ഞ് അവർ 3 പേരും പരസ്പരം സാക്കെ കൈമാറി. അങ്ങനെ 3 പേരും ഒരിക്കലും പിരിയാത്ത ബ്രദേഴ്സ് ആയിട്ട് മാറി. ഇതിനുശേഷം രാവിലെ വീടിന്റെ പുറത്തേക്ക് എഴുന്നേറ്റ് വരുന്ന ഡഡൻ ലൂഫിയും ഏസും സാബോയും പന്നിയെ പിടിക്കാൻ വേണ്ടി കുഴിച്ചു വെച്ച കുഴിയിലേക്ക് വന്ന് വീണു. പോകെ 3 എണ്ണം ചേർന്ന് ഡഡന് തലവേദന ആയിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം രാത്രി ഒരു മാനിനെ പിടിച്ചുകൊണ്ട് വന്ന് അവർ ഡഡന് കൊടുത്തു. ശേഷം അവർ തിന്നു കഴിയുമ്പോൾ അവിടെ മുഴുവൻ അലങ്കോലാക്കിയിടും. എന്നിട്ട് അവർ 3 പേര് ഒരുമിച്ച് കുളിക്കാൻ പോകുന്നു. അവർ കുളിച്ച് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഡഡൻ അവർ വൃത്തികേടാക്കി വെച്ച സ്ഥലം മുഴുവൻ വൃത്തിയാക്കി വെച്ചു. പക്ഷെ കുളി കഴിഞ്ഞ് പുറത്തിറങ്ങിയതും അവർ 3 എണ്ണവും വീണ്ടും അവിടെ വൃത്തികേടാക്കി. ഇതിനുശേഷം കിടന്നുറങ്ങുന്ന സമയത്തും അവർ പരസ്പരം തല്ലുകൂടുന്നു. അവരൊരു തരത്തിലും ഡഡനെ സമാധാനമായിട്ടിരിക്കാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും 3 എണ്ണത്തിനെ ഇവിടെ നിന്ന് അടിച്ചു ഓടിക്കണം എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്യുന്നു. ഈ ഒരു സമയത്താണ് ലൂഫിയെ കാണാൻ വേണ്ടി അവന്റെ വില്ലേജിൽ നിന്ന് മേയറും അതുപോലെ മാക്കിനോയും വരുന്നത്. മാക്കിനോ 3 പേർക്കും ഇടാനുള്ള ഒരുപാട് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ലൂഫിക്കും സാബോയ്ക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എയ്സിന് മാത്രം മാക്കിനോ ഡ്രസ്സ് ഇട്ട് കൊടുക്കുമ്പോൾ നാണം വരുന്നുണ്ട്. അതുകൊണ്ട് ബാക്കി 2 പേരും ചിരിക്കും. ശേഷം അവർ 3 പേരും രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൈററ്റ്സ് ആവണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ഗാർപ്പ് കയറി വരുന്നത്. എന്നിട്ട് പൈററ്റ്സ് ആവണമെന്ന് പറഞ്ഞ 3 എണ്ണത്തിനെയും പെറുക്കി എടുത്തടിക്കും. ഇന്നത്തേക്ക് ഇത് മതി, ബാക്കിയുള്ളത് നാളെ തരാം എന്ന് പറഞ്ഞ് ഗാർപ്പ് പോയി കിടന്നുറങ്ങുന്നു. അപ്പൊ എയ്സും ലൂഫിയും സാബോയും നാളെ രാവിലെ അങ്ങേര് എണീറ്റാ നമ്മളെ കൊല്ലും, അതുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാം എന്ന് പറഞ്ഞ് 3 പേരും ഒരു നോട്ട് എഴുതി വെച്ച് അവിടെ നിന്ന് പോകുന്നു. ആ നോട്ടിലുള്ള ലോഗോയാണ് ശ്രദ്ധിക്കേണ്ടത്. ASL, എയ്സ്, സാബോ, ലൂഫി, അതാണ് അവരുടെ ലോഗോ. രാവിലെ അവര് പോയതറിഞ്ഞ് എണീക്കുന്ന ഗാർപ്പ് എന്റെ വെക്കേഷൻ ഇന്നത്തോടെ അവസാനിച്ചു, അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോഴേക്കും അവന്മാരെ കണ്ടുപിടിച്ച് നേവി സോൾജേഴ്സ് ആക്കാൻ പരുവപ്പെടുത്തി എടുക്കണം എന്ന് പറഞ്ഞ് ഗാർപ്പ് അവിടെ നിന്ന് പോകുന്നു. അതുപോലെ പ്രശ്നക്കാരായ 3 പേരും പോയതുകൊണ്ട് ഡഡന് ഒരുപാട് സന്തോഷമായി. പക്ഷെ ആ സന്തോഷം അധിക നേരം ഉണ്ടായിരുന്നില്ല. ഡഡന് അവരെ കാണാതിരിക്കാൻ വയ്യ. കുട്ടിയായിരുന്ന എയ്സിനെ ഇഷ്ടമല്ലെങ്കിലും വളർത്തിക്കൊണ്ടുവന്നത് ഡഡനാണ്. അതുകൊണ്ട് അവരിപ്പോ പോയപ്പോ ഡഡൻ അവരെ കാണാതിരിക്കാൻ വയ്യ. പുള്ളിക്കാരിക്കും എവിടേക്കും അവരോട് ഇഷ്ടമുണ്ട്. അതുകൊണ്ട് ഡഡൻ അവളുടെ ആൾക്കാരോട് ഒന്നുമില്ലെങ്കിലും ചെറിയ കുട്ടികളല്ലേ, അതുപോലെ ഗാർപ്പ് നമ്മളോട് ദേഷ്യപ്പെടും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ കണ്ടുപിടിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ ഡഡൻ അവളുടെ ആൾക്കാരോട് അവരെ 3 പേരെ അന്വേഷിക്കാൻ പറയുന്നു. ഈ സമയത്ത് ലൂഫിയും ഏസും സാബോയും ഗ്രേ ടെർമിനലിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കാട്ടിലെ ഒരു വലിയ മരത്തിന്റെ മുകളിൽ അവർക്ക് 3 പേർക്കും ജീവിക്കാൻ ഒരു വീടുണ്ടാക്കുന്നു. അതും ഒരു കപ്പൽ പോലെ മരത്തിന്റെ ഏറ്റവും മുകളിൽ കപ്പലിൽ കയറി നിൽക്കാൻ പറ്റുന്നത് പോലെ ഒരു ഭാഗവും അവർ ഉണ്ടാക്കുന്നുണ്ട്. അതും ASL എന്ന അവരുടെ ഫ്ലാഗ് വെച്ച് അവിടെ കയറി നിന്നാൽ അവർക്ക് വിൻമിൽ വില്ലേജ്, ഗ്രേ ടെർമിനൽ, ഈ ഐലൻഡ് മുഴുവൻ കാണാൻ പറ്റും. അങ്ങനെ അവർക്ക് ജീവിക്കാനുള്ള ഒരു വലിയ വീടുണ്ടാക്കി. അതുപോലെ പൈററ്റ്സ് ആവുന്ന അവരുടെ സ്വപ്നം ഇപ്പോഴും മനസ്സിലുണ്ട്. അങ്ങനെ സന്തോഷത്തോടെയാണ് അവർ 3 പേരും അവിടെ ജീവിക്കുന്നത്. ഇവരിവിടെ ഉണ്ടെന്നുള്ള കാര്യം ഡഡന്റെ ആൾക്കാർ കണ്ടുപിടിച്ച് അവളോട് വന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതുകൊണ്ട് രാത്രി ഡഡൻ അവരെ കാണാൻ വേണ്ടി അവിടേക്ക് വരുന്നുണ്ട്. പക്ഷെ അവർ വെച്ച് കെണിയിൽ കുടുങ്ങി നടു ഒടിഞ്ഞിട്ടാണ് ഡഡൻ തിരിച്ചു പോകുന്നത്. ശേഷം ഒരുപാട് ദിവസം കടന്നുപോയി. അങ്ങനെ ഒരു മഞ്ഞുകാലത്ത് അവർ 3 പേരും ചേർന്ന് ഒരു മൃഗത്തെ പിടിച്ചു. അതിനെ അടിച്ചിട്ടത് നമ്മുടെ ലൂഫിയാണ്. അവരതിനെ കിട്ടിയ സന്തോഷത്തിലിരിക്കുമ്പോൾ അവിടെയുള്ള ഏറ്റവും വലിയ പുലി പെട്ടെന്ന് അവിടേക്ക് വന്ന് ലൂഫിയൊക്കെ തട്ടിമാറ്റി അവർ 3 പേരും ചേർന്ന് പിടിച്ച മൃഗത്തെ ആ പുലി തിന്നും. ഈ വലിയ പുലിക്കെതിരെ എതിർത്ത് ഫൈറ്റ് ചെയ്യാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് 3 പേരും രാത്രി അവർക്ക് കിട്ടിയ ഒരു ചെറിയ മൃഗവുമായിട്ട് ഒരു പാലത്തിന്റെ മുകളിലൂടെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ നേരത്തെ നടന്ന സംഭവം ലൂഫിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. കാരണം ലൂഫി ആദ്യമായിട്ട് പിടിച്ചൊരു മൃഗമാണത്. അവനെ തട്ടിമാറ്റി ആ പുലി അതിനെ തിന്നു. ഇതിന്റെ ദേഷ്യത്തില് ലൂഫി ആ പാലത്തിൽ കിടന്ന് ചാടും. എയ്സും സാബോയും വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ലൂഫി വീണ്ടും ചാടും. അപ്പൊ ആ പാലം പൊട്ടി ലൂഫി താഴേക്ക് വീഴാൻ പോകുമ്പോൾ അവർക്ക് ആകെ കിട്ടിയ മൃഗത്തെയും താഴെയിട്ട് എയ്സും സാബോയും ലൂഫിയെ രക്ഷപ്പെടുത്തി. പക്ഷെ അവരന്ന് രാത്രി പട്ടിണിയാണ്. കിടക്കാൻ പോകുന്നതിന് മുമ്പ് ലൂഫി അവരോട് പറയും, ഇതൊരു ചലഞ്ചാണ്, ആ പുലിയെ ആര് കൊല്ലുന്നോ അവരായിരിക്കും പൈററ്റ് ഷിപ്പിലെ ക്യാപ്റ്റൻ. ബാക്കിയുള്ള 2 പേരും ആ ക്യാപ്റ്റൻ പറയുന്നത് അനുസരിക്കും. അത് കേട്ട് സാബോയും ഏസും ആ പുലിയെ കൊല്ലാമെന്ന് പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ അവർ 3 പേരും ആ പുലിയെ അവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടി 3 മീനിനെയൊക്കെ പിടിച്ച് ആ പുലിയുള്ള സ്ഥലത്തേക്ക് വരുന്നു. പക്ഷെ അവിടെ പുലി ഉണ്ടായിരുന്നില്ല. അതിന് പകരം കരടിയായിരുന്നു. കരടിയെങ്കിൽ കരടി, ഇതിനെ കൊന്നാ മതി, ഇതിനെ തോൽപ്പിക്കുന്നവരായിരിക്കും ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ് ഏസ് ഓടി വന്ന് ആ കരടിയെ അടിച്ചു. പക്ഷെ അവർക്ക് 3 പേർക്കും ആ കരടിയെ തോൽപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് അവർ 3 പേരും തിരിഞ്ഞോടുന്നു. അവരുടെ പുറകെ തന്നെ ആ കരടിയുണ്ട്. പെട്ടെന്ന്
ഒരു വയസ്സായ മനുഷ്യൻ വന്ന് ആ കരടിയെ അടിച്ചു. ശേഷം അയാളുടെ അകത്തുള്ള എന്തോ ഒരു പവർ പുറത്തേക്ക് വന്നു. ഇതെന്താണെന്ന് ഇനി പറയാതിരുന്നിട്ട് കാര്യമില്ല. ഈ പവറിന്റെ പേരാണ് ഹാക്കി. വെറും ഹാക്കിയല്ല, കോൺഗ്രസ് ഹാക്കി, അല്ലെങ്കിൽ ദ കോൺഗ്രസ് സുപ്രീം ഹാക്കി. ഈ ഹാക്കി അയാൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ആ കരടി അവിടെ നിന്ന് പേടിച്ചോടുന്നു. ഇത് കാണുന്ന നമ്മുടെ ലൂഫിക്ക് ഇതിനു മുമ്പ് സീ മോൺസ്റ്ററിന്റെ അടുത്ത് നിന്ന് അവനെ രക്ഷിക്കാൻ ഷാങ്ക്സ് ചെയ്ത കാര്യം ഓർമ്മ വരുന്നുണ്ട്. ഈ വന്ന ഇയാൾ ആരാണെന്ന് നമ്മുടെ സാബോയ്ക്ക് അറിയാം. ഇയാളുടെ പേര് നാഗുരി. ഇയാൾ ഗ്രേ ടെർമിനലില് പഴയ സാധനങ്ങളൊക്കെ ശേഖരിച്ച് നടക്കുന്ന ഒരു മനുഷ്യനാണ്. നാഗുരി ആ കരടിയുടെ അടുത്ത് നിന്ന് ഇവരെ രക്ഷപ്പെടുത്തിയതിനു ശേഷം 4 പേരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നു. അപ്പോഴാണ് അവരോട് ഇയാൾ ആരാണെന്ന് പറയുന്നത്. അയാൾ നാഗുരി പൈററ്റ്സിന്റെ ക്യാപ്റ്റനാണ്. ഇയാൾ എങ്ങനെയാണ് ഇവിടേക്ക് എത്തിയതെന്ന് വെച്ചാൽ പണ്ട് റോജേഴ്സ് പൈററ്റ്സ് ഇയാളെയും ഇയാളുടെ ക്രൂവിനെയും തോൽപ്പിച്ചു. അതുകൊണ്ട് അന്ന് അവരുടെ ക്രൂ മുഴുവൻ പിരിഞ്ഞു. ഇപ്പൊ റോജറിന്റെ പേര് കേൾക്കുന്ന എയ്സ് അവിടെ നിന്ന് എണീറ്റ് പോയി. അത് കാണുന്ന സാബോയ്ക്ക് എയ്സിന് എന്ത് പറ്റിയെന്ന് മനസ്സിലായി. എന്നിട്ട് എയ്സ് എവിടെ പോയി എന്ന് ചോദിക്കുന്ന ലൂഫിയോട് എയ്സിന്റെ അച്ഛൻ ഗോൾഡി റോജർ ആണെന്ന് സാബോ പറഞ്ഞു കൊടുത്തു. അതുപോലെ ഈ ഒരു കാര്യം പുറത്ത് ആരോടും പറയരുത്, പ്രത്യേകിച്ച് അവനോട് പോലും ചോദിക്കരുത് എന്ന് സാബോ ലൂഫിയോടും നാഗുരിയോടും പറയുന്നു. ശേഷം വീട്ടിലേക്ക് തിരിച്ചു വന്ന ഉടനെ ലൂഫി എയ്സിനോട്, ഓ എയ്സ്, നിന്റെ അച്ഛൻ ഗോൾഡി റോജർ ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അത് കേട്ട സാബോ ഉരുകിപ്പോയി. കുറച്ച് നിമിഷം മുന്നേ ചോദിക്കില്ല എന്ന് പറഞ്ഞവനാണ് ഒറ്റയടിക്ക് എയ്സിനോട് അത് ചോദിച്ചത്. അത് കൂടാതെ ലൂഫി ഇത് പറഞ്ഞു തന്നത് സാബോയാണെന്നും പറഞ്ഞു. അത് കേട്ട എയ്സ് ഇനി അത് മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞ് രണ്ടിന്റെയും തലയ്ക്കൊരടി കൊടുത്തു. പക്ഷേ ബ്രദേഴ്സിന്റെ ഇടയിൽ സീക്രട്ട് പാടില്ലല്ലോ, അതുകൊണ്ട് ഇതിനെപ്പറ്റി സംസാരിച്ച എന്താ പ്രശ്നം എന്ന് പറഞ്ഞ് 3 പേരും വീണ്ടും തല്ലുകൂടുന്നു. ശേഷം നമ്മുടെ ലൂഫി അവരുടെ അടുത്ത് നിന്ന് പിണങ്ങിപ്പോയി. എന്നിട്ട് അവർ രണ്ടുപേരും ലൂഫിയെ കാണുന്നത് നാഗുരിയുടെ കൂടെയാണ്. അയാളുടെ കൂടെ നിന്ന് ലൂഫി ട്രെയിൻ ചെയ്യായിരുന്നു. ശേഷം എയ്സ് നാഗുരിയോട് നിങ്ങൾക്ക് അയാളോട് ദേഷ്യമില്ലേന്ന് ചോദിക്കുന്നു. അതായത് ഗോൾഡി റോജറിനോട് ദേഷ്യമില്ലേന്ന്. അത് കേട്ട് നാഗുരി, ഞാൻ എന്തിനു ദേഷ്യപ്പെടണം? ഞാൻ തോറ്റുപോയതിന്റെ കാരണം ഞാൻ സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ്. അതുപോലെ എന്നെയും എന്റെ ക്രൂവിനെയും അയാൾ കൊല്ലാതെ വെറുതെ വിട്ടു. ഇത് കേട്ട് എയ്സ് ദേഷ്യപ്പെട്ട് അയാളുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. പക്ഷേ ആ ഫൈറ്റില് എയ്സ് തോറ്റുപോയി. അതുകൊണ്ട് എയ്സ് അയാൾ പറയുന്നത് എന്തും ചെയ്തു കൊടുക്കാന്ന് പറയുന്നു. അപ്പൊ നാഗുരി അവരെ 3 പേരെയും വിളിച്ച് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഒരു വലിയ ഷിപ്പുണ്ട്, ഇതുവരെ പണി തീരാത്ത ഒരു വലിയ ഷിപ്പ്. നാഗുരി ഇത്രയും കാലം ആരും അറിയാതെ ആ ഷിപ്പ് ഒറ്റയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ 3 പേരെ അവിടേക്ക് വിളിച്ചുകൊണ്ടുവന്ന നാഗുരി ആ ഷിപ്പ് പണിത് തീർക്കാൻ വേണ്ടി അവരോട് 3 പേരോട് സഹായിക്കാൻ പറയുന്നു. എയ്സ് എന്തും ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞതുകൊണ്ട് അവർ 3 പേരും അതിന് സഹായിക്കാൻ സമ്മതിച്ചു. ശേഷം 3 പേരും നാഗുരിയും ചേർന്ന് ആ ഷിപ്പിന്റെ പണി ചെയ്യുന്നു. അതിന്റെ കൂടെ തന്നെ നാഗുരി അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവരുടെ ട്രെയിനിങ്ങും അതിന്റെ കൂടെ നടക്കുന്നുണ്ട്. അങ്ങനെ ആ ഷിപ്പിന്റെ പണി കഴിഞ്ഞ് അവരെല്ലാവരും ചേർന്ന് അത് കടലിലേക്ക് ഇറക്കി. ശേഷം നാഗുരി അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് അവർ 3 പേരും അവർക്ക് ഇതുവരെ തീർക്കാൻ പറ്റാത്ത ആ പുലിയുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നു. ആദ്യം അവർ 3 പേരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ആ പുലിയെ കൊല്ലാൻ കഴിഞ്ഞില്ല. പക്ഷെ അവസാനം അവർ 3 പേരും ഒരുമിച്ച് നിന്ന് ആ പുലിയെ അടിച്ച് താഴെയിട്ടു. അത് ചെയ്തത് എയ്സ് ആയതുകൊണ്ട് അവനായിരിക്കും ഇനി ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ് ലൂഫിയും സാബോയും സങ്കടപ്പെടുന്നു. പക്ഷെ ആ പുലിയെ തോൽപ്പിച്ചത് അവർ 3 പേരും ഒരുമിച്ചായതുകൊണ്ട് എയ്സ് അവരോട്, ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റൻ ഒന്നും ആവാൻ പോകുന്നില്ല, കാരണം ഇത് ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്തത്. അത് കേട്ട് 3 പേരും താഴെ നിന്ന് ചിരിക്കുന്നു. ഇത് കണ്ട് നാഗുരി അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ അവർ 3 പേരും നാഗുരിയെ വിളിച്ച് ഒരു ദിവസം അയാളെ അവർ തോൽപ്പിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ട് സന്തോഷത്തോടെ നാഗുരി അയാളുടെ ഫ്ലാഗ് വിരിച്ചു കാണിച്ചു. എന്നിട്ട് അവരുണ്ടാക്കിയ കപ്പലിൽ അയാൾ അവിടെ നിന്ന് പോകുന്നു. ഇത് കഴിഞ്ഞ് ഒരു വലിയ കൊടുങ്കാറ്റിനും മഴയ്ക്കും ശേഷം അവർ 3 പേരും ഉണ്ടാക്കിയ ആ വീട് തകർന്നുപോയി. അതുകൊണ്ട് അവർ 3 പേരും പുതിയ വീട് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടി ഗ്രേ ടെർമിനലിലേക്ക് പോകുന്നു. അവരെന്നിട്ട് സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ബ്ലൂ ജാമും അവന്റെ ആൾക്കാരും വന്ന് അവരെ പിടിച്ചു വയ്ക്കുന്നു. അപ്പൊ അവിടേക്ക് സാബോയുടെ അച്ഛനും വരുന്നു. സാബോയെ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ബ്ലൂ ജാമിന് പൈസ കൊടുത്തത് സാബോയുടെ അച്ഛനാണ്. പക്ഷെ സാബോ അവന്റെ അച്ഛന്റെ കൂടെ പോയില്ല എന്ന് പറയുന്നത് കൊണ്ട് അവന്റെ അച്ഛൻ എന്റെ കൂടെ വന്നിട്ടില്ലെങ്കിൽ ലൂഫിയെയും എയ്സിനെയും അവർ കൊന്നുകളയെന്ന് പറയുന്നു. അതുകൊണ്ട് അവർക്കൊന്നും പറ്റാതിരിക്കാൻ അവന് പോവാൻ ഇഷ്ടമല്ലഞ്ഞിട്ട് പോലും കരഞ്ഞുകൊണ്ട് അവൻ അവന്റെ അച്ഛന്റെ കൂടെ പോകുന്നു. അതുപോലെ ബ്ലൂ ജാമും അവന്റെ ആൾക്കാരും ലൂഫിയെയും എയ്സിനെയും പിടിച്ചു വെച്ചു. എന്നിട്ട് ബ്ലൂ ജാം അവരോട്, നിങ്ങൾ ഇനി എന്ത് ചെയ്താലും അവന് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. പിന്നെ നിങ്ങൾ നല്ല മിടുക്കന്മാരായ പയ്യന്മാരായതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ജോലി തരാം. ഗ്രേ ടെർമിനലിലേക്ക് നിങ്ങൾ കുറച്ച് ബോക്സ് കൊണ്ടുപോയി വെക്കണം. അത് കേട്ട് എയ്സ് സമ്മതിച്ചു. അങ്ങനെ ലൂഫിയും എയ്സും ബ്ലൂ ജാം പറഞ്ഞതനുസരിച്ച് ആ ബോക്സ് ഗ്രേ ടെർമിനലിലേക്ക് കൊണ്ടുപോയി വെക്കുന്നു. ആ ബോക്സിലുള്ളത് ഗ്രേ ടെർമിനൽ മുഴുവൻ നശിപ്പിക്കാനുള്ള ബോംബാണ്. ഇവരെന്തിനാണ് ഗ്രേ ടെർമിനൽ നശിപ്പിക്കുന്നതെന്ന് വെച്ചാൽ അടുത്ത ദിവസം അവിടേക്ക് ഒരു സെലസ്റ്റിയൽ ഡ്രാഗൺ വരുന്നുണ്ട്. അയാൾക്ക് ഗ്രേ ടെർമിനൽ പോലെയുള്ള വൃത്തികെട്ട സ്ഥലങ്ങൾ കാണുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് അയാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്, അയാൾ വന്ന് കാണുമ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയാണ് അവർ ആ സ്ഥലം മുഴുവൻ നശിപ്പിക്കുന്നത്. പക്ഷെ അവിടെ ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾ താമസിക്കുന്നുണ്ട്. അവർ ആ സ്ഥലം നശിപ്പിക്കുമ്പോൾ അവിടെയുള്ള ജനങ്ങളും മരിച്ചു പോകും. ആ സെലസ്റ്റിയൽ ഡ്രാഗൺ ഇഷ്ടമല്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ആ സ്ഥലവും അവിടെയുള്ള ആൾക്കാരെയും അവരെല്ലാവരും ചേർന്ന് ഇല്ലാതാക്കുന്നത്. പക്ഷെ ഇതൊന്നും നമ്മുടെ പാവൻ ലൂഫിക്ക് എയ്സിനും അറിയില്ല. ഇതേ സമയം വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സാബോ അവിടെ അവന്റെ പുതിയ അനിയനെ കാണുന്നു. സാബോ ഇത്രയും നാളും ഇല്ലാതിരുന്നതുകൊണ്ട് അവന്റെ അച്ഛനും അമ്മയും മറ്റൊരു നോബിൾ ഫാമിലിയുടെ അടുത്ത് നിന്ന് അവനെ ദത്തെടുത്തതാണ്. അവർക്ക് ചേർന്ന സ്വഭാവമുള്ള പയ്യൻ. അവൻ ഒരിക്കലും സാബോയുടേത് പോലെയല്ല. ശേഷം റൂമിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന സാബോയുടെ അടുത്തേക്ക് ആ പയ്യൻ വന്ന് നാളെ അവരെല്ലാവരും ചേർന്ന് ഗ്രേ ടെർമിനൽ മുഴുവൻ നശിപ്പിക്കാൻ പോവുകയാണെന്നുള്ള കാര്യം സാബോയോട് പറയുന്നു. അത് കേട്ട സാബോ പെട്ടെന്ന് തന്നെ ആ വീട്ടിൽ നിന്ന് ചാടിപ്പോകുന്നു. ശേഷം അടുത്ത ദിവസം സാബോ കാണുന്നത് അവിടെയുള്ള എല്ലാ ജനങ്ങളും ഇന്ന് ഗ്രേ ടെർമിനൽ ഇല്ലാതാവാൻ പോകുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും സന്തോഷിക്കുന്നതാണ്. അതായത് അവർക്കൊന്നും അവിടെയുള്ള ജനങ്ങൾ മരിച്ചാലും യാതൊരു പ്രശ്നവുമില്ല. അവർക്ക് എപ്പോഴും പദവി, ഉയരങ്ങളിലിരിക്കുന്ന ആൾക്കാര്, ആർഭാടം, ഇതെല്ലാമാണ് വേണ്ടത്. പാവങ്ങളും മരിച്ചാലോ അവർക്ക് എന്തും സംഭവിച്ചാലോ ഇവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല. ഇതൊക്കെ കണ്ട് സാബു ഞെട്ടിത്തരിച്ചുപോയി. ഇവരൊക്കെ എന്താ ഇങ്ങനെ? ആൾക്കാരും മരിക്കാൻ
മരിക്കാൻ പോകുന്നത് കൊണ്ട് സന്തോഷിക്കുന്നോ എന്ന് പറഞ്ഞ് അലറി വിളിച്ച് സാബോ എത്രയും പെട്ടെന്ന് ഗ്രേ ടെർമിനലിലുള്ള ലൂഫിയും എയ്സിനെയും രക്ഷിക്കാൻ വേണ്ടി പോകുന്നു.